വന്നിരായ ഹസനി ഉസ്താദ് ആദർശം കൊണ്ട് നേരിടുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സദസ്സൊരുക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞതിലെ ആദർശ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് തുറന്നു കാട്ടുക. എൻ്റെ ഹസനി ഉസ്താദിന്റെ കോല ഞാൻ കാണിച്ചുതരാം. ആദർശ വൈകല്യം എന്ത് ആദർശമുള്ളേ? എന്താ ആദർശമുള്ളേ? തനിച്ച പട്ടത്തിനും പറയല്ലാതാ. ഇന്ന് പ്രസംഗിച്ച് നാളെ മാറ്റി പറഞ്ഞ അവനക്ക് എന്താ ആദർശം? 10 കൊല്ലം പ്രസംഗിക്കുക, എന്നിട്ട് ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ആയിരത്തിൻ്റെ വരണ്ട. ലോകം മുഴുവൻ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞ് 2013 തൊട്ട് 2021 വരെ പ്രസംഗിച്ച്, എന്നിട്ട് എന്താ പറഞ്ഞേ? ആയിരത്തിൻ്റെ വരണ്ട. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? നമ്മളതൊന്നും ചർച്ച ചെയ്യല്ലേ. ആ കേട്ടോളി, ഓൻ്റെ കോല ഞാൻ കാണിച്ചിട്ടുണ്ട്. മുമ്പ് തള്ളിയതും കാണിച്ചരാ. ഇവനായിട്ട് എന്തെങ്കിലും ചർച്ചക്ക് പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവപ്പം ഇന്നലെ അരിക്കാട് പോയാണ്ട് പറയാ 2013 തൊട്ടുള്ള ഞങ്ങളെ പ്രസംഗങ്ങൾ തീർത്തിട്ട് നമ്മളൊന്നും ഇരിക്കല്ലേ, നിങ്ങൾ ചർച്ച ചെയ്യാണ്ടോ? അത് കേട്ടോളി. എന്നിട്ട് ഓനോട് ചർച്ചക്ക് പറ്റുമല്ലേ? ഓൻ ആരാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നല്ലേ സുന്നത്ത് ജമാഅത്ത്. ആദ്യം നിലപാട് വേണ്ടേ? സുന്നത്ത് ജമാഅത്തൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ ഞങ്ങൾ എത്തുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തായിട്ട് പറഞ്ഞെന്നുള്ളത് ആദ്യം ഇതൊന്നും തീരുമാനമാക്കുക. ഓൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വെല്ലുവിളി കൂടി ഈ അരീക്കാട് വെച്ച് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതെന്താണെന്നറിയോ? നമുക്ക് 2013 മുതലുള്ള എല്ലാ വിഷയങ്ങളെയും എല്ലാരെയും ഇരുത്തിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ തയ്യാറുണ്ടോ എന്നാ ചോദിക്കണം. ആദ്യം ഞങ്ങൾക്ക് ഒരാൾ എന്താ പറയുക, എൻ്റെ ആ വെല്ലുവിളി ഉണ്ടല്ലോ, അത് ഞങ്ങൾ തോട്ടിക്ക് വലിച്ചെറിയാം. മനസ്സിലായോ? എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് നിലപാടുണ്ടോ? എന്ത് നിലപാടാണ് എനിക്കുള്ളത്? മുമ്പെന്താ പറഞ്ഞേ? ഒമാനൂർ വെച്ച് കഴിഞ്ഞ കൊല്ലം വല്ലാതായിട്ടില്ല. ഈ 1.5 കൊല്ലം മുമ്പ് എന്താ പറഞ്ഞേ? ഞങ്ങളായിട്ട് സംസാരിക്കണമെങ്കിൽ, ഞങ്ങളായിട്ടേക്ക് വരണമെങ്കിൽ 2021 ശേഷമായിട്ട് വന്നാൽ മതി. അതിന്റെ മുമ്പുള്ള ഞങ്ങൾ നോക്കുക പോലുമില്ല, ഞങ്ങൾ വലിച്ചാണ്ട് എറിയും. അത് ജഹാലത്താണ്, ഖുറാഫാത്താണ് എന്നൊക്കെ പ്രസംഗിച്ച ഇജാപ്പ 2013 വരാൻ പറയണ്ടേ? അനക്കൊക്കെ ഉളുപ്പുണ്ടല്ലോടി. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോ? എന്നിട്ട് അന്നേറ്റാ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്ടിതില്ലേ? വേറെ വല്ല പണിക്കും പോയി കൂടെ ഞങ്ങൾക്കൊക്കെ സുറുമ്പില്ലാത്തോനെ ആവാൻ പറഞ്ഞേട്ടോളി. ഓൻ്റെ 5 കേട്ടോ. ഞങ്ങൾ ഹസനി സ്ഥാനത്ത് എന്താ ആദർശപരമായി തെറ്റുള്ളത്? എന്തെങ്കിലും ആദർശം വേണ്ടേ? ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറഞ്ഞാൽ നമുക്ക് എന്താ ആദർശം? ഇതന്നെ മതി ഓൻ്റെ ആദർശ പാപരത്വം വ്യക്തമാകാൻ. അടുത്ത ക്ലിപ്പ് കണ്ടോളി. ഈ 2 ക്ലിപ്പ് കൂടി കണ്ടോളി. ഓൻ തന്നെ 2013 തൊട്ട് ചർച്ചയ്ക്ക് വരാൻ പറയും. ഓൻ തന്നെ പറയും 2013 ചർച്ചയിൽ വരണ്ട. 2 ഓൻ തന്നെ വരണ്ടേ? എങ്ങനെ ഉണ്ടാവും? ഇവനൊക്കെ എന്തിനേയും നടക്കുമോ? അപ്പം എന്നിട്ട് നമ്മൾ ഉസ്താദ്മാരെ മുഷാവറിനെ വെല്ലുവിളിക്കുക. എൻ്റെ വെല്ലുവിളിയൊക്കെ കക്കൂസിൻ്റെ അംഗീകാരം തള്ളികളെ. അത്ര വില ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും, അടുത്ത ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും. കേട്ടോളി. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തെന്നും ജാഹിലിയത്തെന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അത് വിട്. കേട്ടില്ല നിങ്ങൾ? ഇന്നലെ എന്താ പറഞ്ഞേ? അധികാട്ടുന്ന് 2013 തൊട്ടുള്ള അവിടുന്ന് കേട്ടില്ല നമ്മൾ ചർച്ചയ്ക്കിരിക്കുക. ആ ജഹാലത്തെ, ആ ഖുറാഫാത്ത്, അന്ധവിശ്വാസങ്ങളെ അതിന് വേണ്ടി ഞങ്ങൾ എന്നോട് ചർച്ചയ്ക്കിരിക്കേണ്ടി. ജാതി എന്താ പറഞ്ഞേ? ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് എന്നാൽ ഇവൻ ഇവിടെ പ്രസംഗിച്ച് വെച്ച കാര്യങ്ങളിൽ നിന്ന് ഓനോട് സംസാരിക്കണമെങ്കിൽ 2020 ശേഷമായിട്ട് വന്നാൽ മതി. അത് പറഞ്ഞ എന്നോട് പിന്നെ എങ്ങനെ ഞങ്ങൾ 2013 ശേഷമായിട്ട് വരിക? ഏതൊക്കെ ഞങ്ങൾ വരണ്ടി ഒന്ന് പറഞ്ഞാൽ 2020 ശേഷം അല്ലെങ്കിൽ 2013 ശേഷം ഏതേ ഒന്ന് ഉറപ്പിച്ച് പറയും. മറ്റുള്ള ചൊട്ടിമാരല്ലേ? ഇവിടെ ചൊട്ടുമാടെ പൊന്തുക, അവിടെ ചൊട്ടുമാടെ പൊന്തുക. ഇപ്പൊ 2013 തെളിവായിട്ടോ? 2013 തെളിവായി. ഇനി ഓന് വെല്ലുവിളി എടുത്തിട്ട് വേറെ ഒന്നും കൂടി അത് കൂടി കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 2013 ശേഷമുള്ള ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടെടുത്താൽ അതിന്റെ എന്താ ഞാൻ തള്ളിയതാണ്, ജാഹിലിയക്കാരാണ്, 2020 ശേഷമുള്ള വരി അത് പറയും. വേറെ എന്തെങ്കിലും പറഞ്ഞാലോ? എന്നാൽ 2013 ശേഷമുള്ള വരി. അനക്ക് തലക്ക് സുഖം ഇല്ലാച്ചിട്ട് ഞങ്ങൾക്ക് തലക്ക് സുഖമുണ്ട്, മനസ്സിലാക്കിക്കോ. അനക്ക് വട്ടാച്ചിട്ട് വേറെ ഉള്ളവർക്കൊന്നും വട്ടല്ല. ഈ 2 ക്ലിപ്പും കേട്ടൊക്കെ അങ്ങായി. ഇത് 2 ഉച്ചനെ പറഞ്ഞല്ലേ? ഇതൊന്നും വലിയ പഴക്കായിട്ടില്ല. ഒന്ന് മിഞ്ഞാന്ന് പറഞ്ഞേ, ഒന്ന് 1 കൊല്ലം മുമ്പ് ഓമാനൂർ വെച്ച് പറഞ്ഞേ. തീരെ സുഖം എനിക്ക് എന്തേ അടിച്ചിട്ടാ സ്റ്റേജിൽ കയറല് തന്നെ? എൻ്റെ വെല്ലുവിളി ഞങ്ങൾ ഉസ്താദ്മാർ സ്വീകരിക്കേണ്ടത് ഇവിടുന്ന് വരാൻ കഴിച്ചേ ഇതാ. എന്നിട്ട് മറ്റോ പറയാം, ഓ ആദർശം, എന്ത് ആദർശമാണ് ഉള്ളത്? ഇതെന്ത് ആദർശമാണ്? ആദർശം തന്നെ പ്രസംഗിക്കുക, എന്നിട്ടോ 5-6 കൊല്ലം പ്രസംഗിച്ചിട്ട് കാണാൻ തള്ളുക. അത് ജഹാലത്തെ ഇനി അറിയാം. പിന്നെയും പറയാ ഛർദ്ദിച്ച പിന്നെയും പാറ്റി തിന്നുക. ഒരിക്കൽ ഛർദ്ദിച്ചു 2013 ശേഷം 2020 തിരിഞ്ഞു നോക്കിയെന്നില്ല എന്നാണ് ഛർദ്ദിച്ച് ഒഴിവാക്കി. ഇപ്പൊ ഇന്നലെ കൊടുക്കുന്ന അതാ ഛർദ്ദിച്ചെന്നെ പിന്നെ പാറ്റി തിന്നുക. 2013 മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ ശരിയായവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പൊ ഞങ്ങൾ ശരിയല്ല, പഴച്ചവരാണ് എന്നു പറയാൻ നിങ്ങളെ കയ്യിൽ
രേഖകൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2013 ശേഷം ഇജ് പേച്ചതാന്നുള്ളത് എനിക്ക് മനസ്സിലാകാനേ ഇജ് അവിടുന്ന് പ്രസംഗിച്ച് 2021 വരെ പ്രസംഗിച്ച് മാത്രം എടുത്ത് കേട്ടാൽ മതി. ഇപ്പൊ പ്രസംഗിക്കുന്ന എടുത്ത് കേൾക്കുക, 2013 ശേഷമുള്ളത് കേൾക്കുക. മനസ്സിലായോ? എന്നാ ഇജ് പേച്ചതാന്ന് എനിക്ക് തന്നെ മനസ്സിലാവും. ഇതെന്താ വിചാരിച്ച് ഇതെന്തിനാ പ്രൈവറ്റ് ആക്കിയാ ഡിലീറ്റ് ആക്കിയിട്ട് പിൻവലിച്ച്? എനിക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ചർച്ചക്കുണ്ട് 2013 തൊട്ട് 2020 വരെയുള്ള ഇജ് പ്രസംഗിച്ച എല്ലാ സീഡിയും പുറത്തു വിടുക. പിൻവലിച്ചതാണോ? പ്രൈവറ്റ് ആക്കി വെച്ചാണല്ലോ. ചാനൽ പൂട്ടിന്റെ പേരിൽ പോയതല്ലോ. ചാനൽ പൂട്ടി ആരോ പൂട്ടിച്ച് അതിന്റെ പേരിൽ പോയത് പോട്ടെ. ചാനൽ പൂട്ടിക്കുന്ന മുമ്പ് സ്വയം പിൻവലിച്ച 2013 തൊട്ട് 2020 വരെയുള്ള ഇജ് പ്രസംഗിച്ച എല്ലാ ഖബറുകളിലും ഇജും അൻവരിയും കുഞ്ഞാമ്പതും പ്രസംഗിച്ച സർവ്വ സീഡിയും പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? എന്നിട്ട് ഇജ് വിളിച്ചോട്ട് എവിടേക്കും വരാം, ആരേറ്റും വരാം, എനിക്ക് ആരാവശ്യം ഒരേറ്റൊക്കെ വരാം. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യാം. ഇപ്പൊ ഇജ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും മുമ്പ് ഇജ് പ്രസംഗിച്ചതും തെറ്റിട്ട് ഒരു ചർച്ചയ്ക്ക് എൻ്റെ മുമ്പേക്കുന്നില്ല, എൻ്റെ ഏത് വമ്പന്റെ മുമ്പ് ഞങ്ങൾ വരാം. എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് വരാം. ധൈര്യമുണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ? എന്നിട്ടുണ്ട് പാടോ വെല്ലുവിളിക്ക് പറഞ്ഞ പൊട്ടത്തരും ജാലത്തൊക്കെ പിൻവലിച്ചിക്കാണ്ട് വിവരക്കേടൊക്കെ പിൻവലിച്ചിക്കാണ്ട് ഇങ്ങനെ കുത്തുന്ന വെല്ലുവിളിക്കല്ലേ? എനിക്ക് പിൻവലിച്ചതാ, അവിടെ പുറത്തുവിട്ടിട്ടുണ്ട് വാ സംസാരിക്കാൻ ആണാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇജ് വെച്ചതെന്നുള്ളത് അന്നെ കൂടെ ഞങ്ങൾ വിളിക്കും. ഇജിപ്പോ പറയാൻ സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞ എന്തെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? ഇവിടെ ചങ്ങായി ഏജന്റിന്റെ സുന്നത്ത് ജമാഅത്തിനെതിരെ സകല ഔലിയാക്കൾക്കെതിരെ പറയുന്നത് എന്താ? സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ അതല്ല സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയോ? ഇവിടുത്തെ സർവ്വ മശായിഖുമാരെയും സർവ്വ ഔലിയാക്കളെയും കള്ളന്മാരും തട്ടിപ്പിന്റെ ആളുകളാക്കി ചിത്രീകരിച്ച് പ്രസംഗിച്ച് സിഗരറ്റ് വിറ്റ് കായിണ്ടാക്കി വെച്ചല്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ? അത് 2013 ശേഷമല്ലേ? എന്ത് പറയണ്ട എനിക്ക്? ആ 2 ക്ലിപ്പ് മാത്രം മതി എന്നെ തകർക്കാൻ. 2 മാത്രം. എനിക്കിന്ന് തൊരീക്കത്തും തസവുഫും ഒന്നും പറയാൻ ഒരു അധികാരമില്ല. കാരണം ആ വിറ്റ് കായിണ്ടാക്കിയ പൈസ തിരിച്ചു കൊടുക്കുമോ ഓരോരുത്തർക്കും? എന്നിട്ട് വാദിയും പറയാനേ ഔലിയാക്കൾക്കെതിരെ ഔലിയാക്കളെ പച്ച മാംസം കുത്തിവെച്ച് നാട് നീളം പ്രസംഗിച്ചുകാണ്ട് സകല ഔലിയാക്കളെ തള്ളിക്കാണ്ട് ഇന്റെ ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ പറ്റുന്നേ? ഇന്നലെ പറഞ്ഞോട് എന്തായി? സംഗതി രാഹത്തായി. 2013 പറഞ്ഞല്ലോ. എത്ര ക്ലിപ്പാ ഞങ്ങൾ കയ്യിലല്ലേ? ഞാൻ നിന്നെങ്ങനെ ചങ്ങൾ 2021 തള്ളിയിൽ പഠിച്ചോ എന്താ ചെയ്യാ ഉത്തരക്കേന്? അപ്പോൾ ആണ് എന്ത് ഇതാക്കിയത്? 2013 വീണ്ടും അപ്ഡേറ്റ് ആയി. 2013 വീണ്ടും തെളിവായി. സ്വീകാര്യ യോഗ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിച്ചിലായി. അവനെ ക്ലിപ്പ് ഒന്ന് കാട്ടുതരാം ഒറ്റൊന്ന് ബറക്കത്തിന്. ആ കണ്ടോക്കി 2013 ശേഷം പൊന്നാര ചങ്ങായിയെ ഇജ് പേച്ചാൻ തെളിയിക്കാൻ ഒരു പണിയില്ല. എൻ്റെ ഇന്നത്തെ വാദം വെച്ച് അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ വാദം വെച്ച് ഇജിന്ന് പേവിലാന്നുള്ള ഒരു തർക്കമില്ല. മനസ്സിലായോ? ഈ 2013 തൊട്ട് 2020 വരെയുള്ള വെച്ചുകാണ്ട് ഇജ്ജൊരു സുന്യാന്ന് പറയാൻ എൻ്റെ വാദം വെച്ച് തന്നെ കഴിയില്ല. മനസ്സിലായ എനിക്ക്? സകല ഔലിയാക്കളെയും തള്ളിക്കാണ്ട് ആ വാദം ഇപ്പോൾ സ്വീകാര്യോഗ്യമാണല്ലോ. അത് തള്ളിയിട്ടില്ലല്ലോ. ആ ക്ലിപ്പ് ഒന്നുണ്ടോ? ഈ ക്ലിപ്പ് ചെന്ന് അംഗീകരിക്കുമോ? ഇതൊന്ന് പറയോ? ഇതങ്ങനത്തെ ആൺകുട്ടിയാണെങ്കിൽ കുഞ്ഞമ്മ ഓരോന്നും ചോദിക്കലുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് ചോദിക്കാൻ ഞാനൊന്നും അപ്പോൾ എടുത്തു പറഞ്ഞില്ല. ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കലുണ്ടല്ലോ, പലതും ചോദിക്കലുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് അതൊക്കെ എനിക്കുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ആളാണെങ്കിൽ ഞാൻ ഈ ഇടുന്ന ഒരു ക്ലിപ്പ് 100 കണക്കിന് ക്ലിപ്പ് അതിൽ നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രസംഗം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടേരാ. ഇത് അംഗീകരിക്കുമോ? ഒരൊറ്റൊന്ന് എന്നിട്ടല്ല ജി 2013 തൊട്ട് 2020 വരെ ഒക്കെ അംഗീകരിക്കണേ. അന്നെ നമ്പാൻ പറ്റില്ല. ജി ഒന്ന് ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്തും, അവിടെ ചവിട്ടും ഇവിടെ പൊന്തും. ഈ ക്ലിപ്പാണ് ഇട്ടെന്ന് എന്താ അറിയും? അതൊക്കെ ജാഹിലിയ കാലത്താന്ന് പറയും. ഇപ്പൊ എന്താ ഇന്നലെ പറഞ്ഞേ? 2013 ശേഷം ഏതും കൊടുന്നോടി ഒക്കെ സ്വീകാര്യമാണ്. അപ്പൊ ഒക്കെ സ്വീകാര്യമായതുകൊണ്ട് ഞാനൊരു ക്ലിപ്പ് ഇട്ട് കാണിച്ചു തരാം. ഇത് സ്വീകരിക്കുമോ? അങ്ങനെ താങ്കുട്ടിയാണെങ്കിൽ ഇത് ഞാൻ സ്വീകരിക്കുന്നു പറയും. ഇത് ഞാൻ സ്വീകരിക്കുന്നു പറയും. കണ്ടോ? മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. കേട്ടില്ലേ? 2013 ശേഷം പറഞ്ഞ അന്നലെ അമ്മോട് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. 2013 ശേഷം കൊണ്ടുവരും. അതിൽപ്പെട്ട ഒന്നാ ഞാൻ കൊടുക്കുന്നത്. ഇതുവരെ സ്വീകരിക്കാൻ പറ്റുമോ? ഇവൻ പേച്ചതാണല്ലോ. ഒരു ക്ലിപ്പ് കൂടി ഇട്ടേരാ. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തിക്കോളി. ഇത് ഏതാ നമ്മൾ സ്വീകരിക്കുക? രണ്ടും 2013 ശേഷം പറഞ്ഞ 2013 ഇപ്പോൾ തെളിവാണല്ലോ. 2013 ശേഷം ഇപ്പോൾ തെളിവാണല്ലോ. വെല്ലുവിളിച്ച് നിങ്ങൾ കേട്ടില്ലേ? ആ മുകളിൽ ഞാൻ ക്ലിപ്പിട്ട് ഈ ഒറ്റ ക്ലിപ്പ് കൂടി പറയട്ടോളി. ഇപ്പം എന്താണ് ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന 90% പേച്ചതും പേപ്പിക്കുന്നതുമാണ്. ഇത് വ്യക്തമായ സത്യമാണ്. സത്യം തന്നെയായിരുന്നു. അപ്പം ഞാൻ എന്ത് പറഞ്ഞേ? അരീക്കാട്ടെന്ന് പറഞ്ഞേ. ഇന്നൊരു ക്ലിപ്പ് കണ്ടോളി. പേച്ചത് ആരാകുമ്പോൾ നോക്കാലോ. ഞങ്ങൾ ഉസ്താദന്മാരൊന്നും വേണ്ട. ഇത് പേച്ചാൻ തെളിയിക്കാൻ ഞങ്ങൾക്ക് തന്നെ കഴിയും. ഒരൊറ്റ ക്ലിപ്പ് കൊണ്ട് ഞാൻ തെളിയിച്ചുതരാം. അതും പേച്ചാന്നല്ലേ. ഏതാതി സ്വീകരിക്കുക? ഏതാതി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം? തന്റെ 5 പറഞ്ഞില്ലെന്നേ. ഹസൻ ഉസ്താദ് സുന്നത്ത് ജമാഅത്തിനെതിരായ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയും ആ മറ്റേ ചങ്ങായി ആ സാധു അതിനെ ആരോ പറഞ്ഞ് പറ്റിച്ചിക്കാൻ വേണ്ടിയിട്ട് വിട്ടാണ്ട് ജി പറഞ്ഞ നോണെന്ന് നോൽക്കറിയില്ലല്ലോ. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു, ഉമരലി. അൽഹംദുലില്ലാ, ഓൻ കഴിച്ചില്ലായി. ഇവൻ പറഞ്ഞ ഒരു ക്ലിപ്പ് കണ്ടോളി. ഇവൻ പേച്ചതാണോ അല്ലെ നിങ്ങൾ വിലയിരുത്തിക്കോളി. അല്ലെങ്കിൽ രണ്ടും സ്വീകരിക്കുന്നു പറയാനുള്ള തൻ്റെ അടക്കമുണ്ടോ? ഏതാതി സ്വീകരിക്കുക? ഇപ്പൊ പേച്ചതല്ല പറഞ്ഞേ. 90% വ്യാജവും തട്ടിപ്പും അവനെ അടുത്ത് കേട്ടോളി. കള്ള ത്വരീഖത്ത് തന്നെ ഒരു സംഭവം തന്നെയല്ല. ത്വരീഖത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ? രണ്ടും 2013 ശേഷം പറഞ്ഞതാ. ഇതും 2013 ശേഷമാണ്. ഞാൻ മുകളിലിട്ട്
90% ത്വരീഖത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരും വാലും മുകിലുമാണെന്ന് പറഞ്ഞത് ഈ നൗഷാദ് 2013 ശേഷം. അത് തെളിവിന് പറ്റുന്ന പറഞ്ഞ അരികാട് എന്ന് പറഞ്ഞത്. എന്നാൽ ഇതാ കള്ള ത്വരീഖത്ത് വരുന്ന സംഭവം തന്നെയല്ല. എല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് എത്തുന്ന എല്ലാം അള്ളാഹുവിലേക്ക് എത്തുന്ന വഴികൾ തന്നെയല്ലേ. ഇതിൽ പേതാളെ സ്വീകരിക്കുക? ഇതിൽ ഏതൊക്കെ പണ്ടത്തേക്ക് നിങ്ങൾ വരിക എന്ന് പറഞ്ഞൂടാ. ഇത് വെല്ലുവിളിച്ചല്ലോ. അതാ ഞാൻ പറഞ്ഞ വെല്ലുവിളി കക്കൂസിൻ ടാങ്കി കൊണ്ടേക്കാട് കുച്ചു കൂടണം. ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. എന്നിട്ട് എനിക്കൊക്കെ വെല്ലുവിളിക്കാൻ എന്താ ഭേദമുള്ളൂ. ഇതിൽ പേത സ്വീകരിക്കടോ. ഇത് പറയും. ഇത് 2013 ശേഷം പറഞ്ഞല്ലോ. ഇതാ എൻ്റെ ആദർശം. അപ്പോൾ ഇത് വെച്ചാന്നുള്ളത് എൻ്റെ ക്ലിപ്പ് കൊണ്ട് ഞങ്ങൾ വിളിക്കും. ഓരോ ഇത് സാമ്പിൾ മാത്രം. അതിനെന്ത് ചെയ്യണം ചെയ്യും? ഇത് മൂടി വെച്ച പ്രൈവറ്റാക്കി വെച്ച എൻ്റെ അൻവരിൻ്റെയും എൻ്റെയും 2013 ശേഷം 2020 വരെയുള്ള പ്രസംഗങ്ങളൊക്കെ പിൻവലിച്ചല്ലോ. അതൊക്കെ പുറത്തുവിട്. ഞങ്ങൾ 2013 എന്നിട്ട് സംസാരിക്കുക. 2013 ശേഷം ചർച്ചക്കുണ്ടോ? ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും. പുറത്ത് വിട്ടിട്ട് സംസാരിക്കടാ. ആണെങ്കിൽ 2013 തൊട്ട് 2020 വരെയുള്ള എൻ്റെ ചാനലിൽ നിന്ന് പിൻവലിച്ചില്ലേ, അത് പുറത്തേക്ക് വിട്ടിട്ട് സംസാരിക്കുക. ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ടോ? 1000 ആൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. മനസ്സിലാക്കി ഇതേമാറ്റി നിങ്ങൾ കാണിച്ചു തരും. ഞങ്ങൾ അത് മൂടിച്ച് കാണിച്ച് തട്ടിപ്പെടുത്തില്ലേ. അത് ഞങ്ങളുടെ നടക്കൂല. ഒരു സാമ്പിളാണ് ഈ പ്രസംഗം തന്നെ. എത്ര ഉണ്ട് വിചാരിക്കുക? ഈ ശരിച്ച് ചേർത്തിയത് ഇറ്റ് കായിട്ടാക്കിയതല്ലേ സീരിയർക്കാണ്ട്. അത് തെളിവിന് പറ്റുമെന്ന് പറഞ്ഞു. അവരോടുകൂടി എൻ്റെ ആഫീസ് പൂട്ടി പോനെ. മനസ്സിലായോ? ഞങ്ങളിങ്ങനെ കൊണ്ടുവരും. ഓരോന്ന് കൊണ്ടുവരും. അപ്പം ചെന്താക്കും മറ്റൊന്ന് ചൊട്ടിമാരി വീണ്ടും തള്ളും. വീണ്ടും തള്ളും. അനക്ക് ഉസ്രം വിളിച്ചല്ലോ.